സിംഗിൾ, ഓൾവേസ് സിംഗിൾ. ഓക്കെ. കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. കല്യാണം കഴിച്ചു പോയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. ഏതായാലും കുഴപ്പമില്ല, അത് മാത്രമാണോ ഉദ്ദേശിച്ചത്? ഹാപ്പി ആയിരിക്കും. ഇല്ല, ഞാൻ സിംഗിൾ ആണ്. ഈ സമയത്ത് കുഴപ്പമില്ല. വയസ്സാം കാലത്ത് ആകുമ്പോഴത്തേക്ക് ഒരു പാർട്ട്ണർ കൂടെ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടോ ഒറ്റയ്ക്ക്. ഹായ് ഫ്രണ്ട്സ്, എക്സോ ടിവിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇന്ന് പബ്ലിക്കിൻ്റെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ നല്ലത് അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? ഈ ഒരു വിഷയത്തിൽ നമുക്ക് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ഒന്ന് അറിയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ വിവാഹം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കൊരു ലൈഫ് ഉണ്ടാവുമല്ലോ, ഒരു ഭാവിയിലൊരു കൂട്ട്. പാർട്ട്ണറാണ് വേണ്ടത്. ഓക്കെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ നിലവിലെ സന്തോഷം കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. പേരെന്താണ് ചേച്ചി? മിനി. ഓക്കെ, ചേട്ടൻ്റെ പേര്? പ്രദീപ്. എറണാകുളത്ത് നിന്നാണല്ലേ? ശരി ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് പട്ടാളക്കാരൊക്കെ നിങ്ങളത്തൊന്ന് പറഞ്ഞു, ഇവിടെ ക്യാമറ അലോടല്ല, മൊബൈൽ ഫോണിലാണെങ്കിൽ വീഡിയോ എടുക്കാം, പക്ഷേ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നേരെ ശംഖുമുഖം ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ. ഇത് നമുക്കിവിടെ 4 പയ്യന്മാരതോടെ ഇപ്പോൾ ഉണ്ട്. ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാണെന്നാണ്, യൂട്യൂബ് ചാനലാണ്. എടാ, ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞത്. എന്താണ് അഭിപ്രായം ഇന്നത്തെ കാലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ? എന്റെ ഒപ്പീനിയൻ രണ്ടും ഓക്കെയാണ്. ഏതാണ് നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരാൾക്കാരെ ഒപ്പീനിയൻ അവരൊരു ഫ്രീഡം അല്ലേ? ഓക്കെ, അഭിപ്രായം പറഞ്ഞു. എന്റെ അഭിപ്രായം ഒന്നുമില്ല. ഏതായാലും കുഴപ്പമില്ല. ഹാപ്പിയാണ്. ഓക്കെ, നല്ലൊരു പാർട്ണറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കല്യാണം കഴിക്കുക, അത് തന്നെയാണോ? ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു. പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്, വേറൊന്നുമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ വേറൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിംഗിൾ, ഓൾവേസ് സിംഗിൾ. ഓക്കെ ഓക്കെ, ചേച്ചിയുടെ അമ്മയാണോ? ഓക്കെ, അമ്മയുടെ അഭിപ്രായം? മാരേജ് ആണ് നല്ലത്. എന്താണ് അതിൽ അങ്ങനെ പറയാനുള്ള ഒരു പ്രേരണ? നിങ്ങൾ തെലുങ്കാ? ഓക്കെ ഓക്കെ ഓക്കെ. പാർട്ട്ണർ എന്തായാലും നിർബന്ധമായിട്ടും വേണം എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ 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 ഓക്കെ, മൊക്കത് നിർബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടാലും മതി. ഒരു നല്ല ഇഷ്ടം പോലെ ഒരു ആൾക്കാർ വന്നപ്പോൾ അത് ഓക്കെയാണ്, പക്ഷെ നിർബന്ധമൊന്നുമില്ല വേണോ അങ്ങനൊന്നും. ഓക്കെ, ചോയ്സ് ആണ് നമ്മുടെ. ഓക്കെ, താങ്ക് യു. സിംഗിളായി ജീവിക്കുന്നതാണോ അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ ബെറ്റർ? എന്താണ് പ്രിഫർ ചെയ്യുന്നത്? കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചേട്ടന് തോന്നുന്നത്? ഒരാൾ പാർട്ട്ണർ എപ്പോഴും വേണം എന്നാണ്. ഓക്കെ, സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോ. ഇല്ല, ഞാൻ സിംഗിളാണ്. കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിച്ചിട്ട് പറയും. അല്ല, ചേട്ടൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ ഇത് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരായാലും കല്യാണം കഴിച്ച ആൾക്കാരായാലും അപ്പോൾ അവരോട് ചേട്ടന് പറയാനുള്ള എന്താണ്? എന്തായാലും മസ്റ്റായിട്ട് ആവശ്യമാണ്. സന്തോഷകരമായ ലൈഫ് എന്തായാലും ഒരു പാർട്ട്ണർ വേണം എന്നാണ്. ഓക്കെ, ഫാമിലി ആയിട്ട് തന്നെ ജീവിക്കുക, അതായത് പാർട്ട്ണർ മസ്റ്റായിട്ടും വേണമെന്നാണോ അതോ ഇറ്റ്സ് എ ചോയ്സ് എന്നുള്ള രീതിയിൽ? ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള? കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇൻഡിവിജ്വൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, അവർക്ക് എന്താണോ താല്പര്യം അതേപോലെ ജീവിക്കുക. കംഫർട്ട് ലൈഫ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ലൈഫ് ഹാപ്പി ആയിരിക്കണം, കംഫർട്ട് ആയിരിക്കണം. താങ്ക് യു.
ഹലോ, ഒരു പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ്. കുഴപ്പമില്ലല്ലോ. വേറെ ഒന്നുമല്ല, സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത് ഈ കാലത്ത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ? ആണോ? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാളും? ചിലവ് കുറവാണ്. അത് മാത്രമാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, സിംഗിളാണ്. പറഞ്ഞോ അഭിപ്രായം. നല്ലത്. റിലേഷൻഷിപ്പ് വേണ്ട, സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഹാപ്പി ആയിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. നല്ലത്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? നന്നായിട്ട് ജീവിക്കണത് നല്ലത്. ആണോ? സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയല്ലേ? ചേച്ചിയുടെ അഭിപ്രായം എന്താ ഈ കാര്യത്തിൽ? എന്നുവെച്ചാൽ സിംഗിൾ ആയാലും കുഴപ്പമില്ല. സിംഗിൾ ആകാനാണെങ്കിൽ സിംഗിളായി ജീവിക്കുക, ഫാമിലി ആയിട്ട് ജീവിക്കാനാണെങ്കിൽ മര്യാദക്ക് ജീവിച്ചാൽ മതി. പ്രധാനം നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. കളിക്കാൻ ഞങ്ങളെയും കൂട്ടുവോ? എന്ത് കളിയാ ഇപ്പൊ കളിക്കണേ? എന്താണ് ഉങ്ങളോட ഒപ്പീനിയൻ? സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിളാக இருக்கிறது தான் பெட்டரா? என்ன above 28 மேல மேரேஜ் பண்ணா ஓகே. 28 மேலே மேரேஜ் பண்ணா ஓகே. ஓகே, அது வரைக்கும் தான் சிங்கிள். அது சிங்கிளானா என்ஜாய் பண்ணலாம். ஓகே, என்ஜாய் பண்ணலாம். ஓகே, ஆனால் கண்டிப்பாக ஒரு பார்ட்னர் வேணும் தான் சொல்கிறேன். ஆமாம். ஓகே ஓகே ஓகே, சரி. இல்லைனா லைஃப் வேஸ்ட். ഓക്കെ ഓക്കെ. ഉങ്ങളോட ഒപ്പീനിയൻ എന്നാ? സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ? പാർട്ട്ണറായിട്ട് கல்யாணம் கழிச்சு கமிட்டட் ஆகிறது தான் பெஸ்ட்டா பெட்டரா? சிங்கிளாக இருக்கும்போது நல்லா இருக்கும், கம்மியான கொஞ்சம் லைஃப் அதே போயிடும். ஓகே, தேங்க்யூ. அக்கா, உங்களோட ஒப்பீனியன் என்ன? சிங்கிளா கமிட்டடா? மேரேஜ் என்ன பிடிக்குமா? மேரேஜ் ஆகும் ആണോ? നല്ല ഇറക്കും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ആൻറ്റി, വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നതാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ കഴിക്കാതെ ജീവിക്കുന്നതാണോ നല്ലത്? കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. കല്യാണം കഴിച്ചു പോയാൽ ആ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഒരടി കൊടുക്കുമ്പോൾ അത് ഉടനെ ഡൈവേഴ്സ് ആകും. അപ്പോൾ അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കാതെ സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. നല്ലത്. കുറച്ചുകൂടെ സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കും. ഒരു കാര്യം അറിയണ്ടല്ലേ, കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഭർത്താവിൻ്റെ കാര്യം തിരക്കണം, മക്കളുടെ കാര്യം തിരക്കണം, ചിലവ് നോക്കണം, എല്ലാം കുടുംബജീവിതം സന്തോഷമായിട്ട് രണ്ടുപേർക്ക് ഐക്യമെങ്കിൽ നടക്കും. അത് ഒരാൾ കുറ്റബോധം ഒരാൾ കുറ്റമില്ലാതെ ഇരിക്കുമ്പോൾ അത് ഒരിക്കലും ആ കുടുംബം മുന്നോട്ട് പോകില്ല. ഓക്കെ, താങ്ക് യു ആൻറ്റി. അവിടെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങളൊരു പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയത്. വേണമെന്നല്ല, ഇന്നത്തെ കാലത്ത് സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ അതോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ എന്താണ്? സിംഗിളായിട്ട് ജീവിച്ചാൽ കുറച്ചുകൂടെ സമാധാനം കിട്ടും, ഉറങ്ങാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. ഉറക്കം കിട്ടാറില്ല. പക്ഷേ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിൽ കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് ഈ സമയത്ത് കുഴപ്പമില്ല. വയസ്സാം കാലത്ത് ആകുമ്പോഴത്തേക്ക് ഒരു പാർട്ട്ണർ കൂടെ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക്. കാരണം എനിക്കൊരു പേഴ്സണൽ വലിയച്ഛനുണ്ട്, പുള്ളിക്കാരൻ അൺമാരീഡാണ്. പുള്ളിക്കാരൻ ഒറ്റപ്പെട്ട ജീവിക്കുന്നു. അപ്പം അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഉള്ളുകൊണ്ട് ഈ അവസാന കാലത്തൊന്ന് ആഗ്രഹിച്ചു പോകും ഒരാളെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന്. അപ്പം മാരീഡ് ലൈഫാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഗൈസ്, ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം വേറൊന്നുമല്ല. സിംഗിളായിട്ട് ജീവിക്കണോ കമ്മിറ്റഡ് ആവണോ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണോ കല്യാണം കഴിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. അതൊന്നും ഒരിക്കലും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല വിവാഹം. സോ വേറൊന്നുമല്ല, എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്നേ ഉള്ളൂ. നമ്മൾ നിലവിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഈ ഒരു കാര്യം കൊണ്ട്, ഇപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ നിലവിലെ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും സ്നേഹമൊക്കെ കൂടുകയാണ് വേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് ഡൗൺ ആവാതെ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ അത് കുറയുന്ന ഒരിക്കലും ഒരു നല്ലൊരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. സോ അതുപോലെ തന്നെ സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് ഹാപ്പി എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാട്ടോ. അങ്ങനെ ഒരുപാട് പേരുടെ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ കേട്ടു. അപ്പോൾ എന്തായാലും ലൈറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഗ്രൂപ്പിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഒരു ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഹലോ, ഹായ്. ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഫ്രണ്ട്സാണോ നിങ്ങൾ? അടുത്തേക്കോ? ഓടിപ്പോല്ലേ? അതായത് ചിരിക്കില്ല, അടുത്തോ. ഇന്നത്തെ കാലത്തെ സിംഗിളായിട്ട് ജീവിക്കുന്നതാണോ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോ, പേര് പറഞ്ഞോ. പറഞ്ഞോ. എന്നാ പറഞ്ഞോ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. അവരെ വിളിക്കണോ? എല്ലാം ഓടിയടാ, ഫ്ലോപ്പാക്കല്ലേ. ഹലോ, ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നിങ്ങൾ കപ്പിളല്ലേ? അല്ല, ഉടനെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ തന്നാൽ കുഴപ്പമുണ്ടോ? വീഡിയോ എടുക്കണേ? ശരി കേട്ടോ. എക്സോട്ടിക് ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം
കുഴപ്പമില്ല ബാക്കി ഞാൻ പറയാം. ഹായ് ഫ്രണ്ട്സ്, എക്സോ ടിവിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എന്നാണോ നല്ലതെന്ന് നമുക്ക് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ ഒന്ന് അറിയണം ആ ഒരു വിഷയത്തിനെ കുറിച്ച്. സോ ബാക്കി എടുത്തു. ചേട്ടാ അഥവാ ഇടിഞ്ഞ് പോകണം, ഇങ്ങനെ പിടിച്ചോ.